ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവ്രിവൺ, ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂൺ 2025 എക്സാം രജിസ്ട്രേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇന്നലെ ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് എക്സാം രജിസ്ട്രേഷൻ്റെ. അപ്പോൾ ഇനിയും എക്സാം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇനി എക്സാം രജിസ്റ്റർ ചെയ്യാൻ മറന്നുപോയ സ്റ്റുഡൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് വിട്ടുപോയ സ്റ്റുഡൻസിന് ഇനി എന്താണ് ചെയ്യാൻ പറ്റുക എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇഗ്നോ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. നമുക്ക് റെഗുലറായിട്ട് ഒരുപാട് എൻക്വയറീസും വരാറുണ്ട്. അപ്പം അങ്ങനെയുള്ള സ്റ്റുഡൻസ് ഇനി ഒട്ടും വൈകിക്കേണ്ട. BA, BCom, BBA, BSW മുതലായ കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു എക്സാം രജിസ്ട്രേഷൻ്റെ കാര്യം. നേരത്തെ തന്നെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. പല കാരണങ്ങൾ കൊണ്ടും എക്സാം സെൻറ്റർ അടുത്ത് സീറ്റ് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് രജിസ്റ്റർ ചെയ്യാത്ത സ്റ്റുഡൻസും ഉണ്ടായിരിക്കും. ഈയിടെയായിട്ട് പല എക്സാം സെൻറ്ററുകളും സീറ്റ് ആഡ് ചെയ്ത് തന്നിട്ടുണ്ട്, അതായത് അഡീഷണൽ സീറ്റുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ഓൾറെഡി എക്സാം രജിസ്റ്റർ ചെയ്തു, സീറ്റില്ല എന്നുള്ളതിൻ്റെ പേരിൽ. എന്നിരുന്നാൽ കൂടെ പല എക്സാം സെൻറ്ററും ഇപ്പോൾ ആഡ് ചെയ്തതിൻ്റെ ബേസിൽ കുറേ സ്റ്റുഡൻസ് ഇപ്പോഴും എക്സാം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്നലെ ആയിരുന്നു എക്സാം ഫീ അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അതായത് 28/4/2025 ഇന്നലെയാണ് നമുക്ക് ലാസ്റ്റ് എക്സാം രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഡേറ്റ് ഉണ്ടായിരുന്നത്. അതായത് ഇന്ന് മുതൽ, അതായത് 29th April 2025 മുതൽ നെക്സ്റ്റ് മന്ത് 4th വരെ നിങ്ങൾക്ക് എക്സാം രജിസ്ട്രേഷൻ ചെയ്യാം വിത്ത് ലേറ്റ് ഫീ. ഇപ്പം ലേറ്റ് ഫീ എന്ന് പറയുമ്പോൾ ആരും നിസ്സാരമായിട്ട് കാണരുത്. 1100 രൂപയാണ് നമുക്ക് ലേറ്റ് ഫീ എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയൊരു എമൗണ്ട് അല്ല എന്നെല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ലേറ്റ് ഫീ അടയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഒരു സബ്ജക്റ്റ് ആണോ അല്ലെങ്കിൽ 8 സബ്ജക്റ്റ് ആണോ, നിങ്ങൾ എത്ര സബ്ജക്റ്റ് ആണോ രജിസ്റ്റർ ചെയ്യുന്നത്, അതിനെല്ലാം കൂടെ 1100 രൂപയാണ് നിങ്ങൾക്ക് ലേറ്റ് ഫീ വരുന്നത്. അപ്പോൾ ലേറ്റ് ഫീ അടയ്ക്കുമ്പോഴും നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. പല എക്സാം സെൻറ്ററിലും സീറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം എക്സാം രജിസ്റ്റർ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉള്ളത് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡിസംബർ ജാനുവരിയിൽ നിങ്ങൾക്ക് എക്സാം രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ്, ഇപ്പോൾ പുറമെ വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസ് ഒക്കെ അവരുടെ ലീവിനെ ബേസ് ചെയ്തിട്ട് എക്സാം രജിസ്റ്റർ ചെയ്യണോ അല്ലെങ്കിൽ ടിക്കറ്റ് കിട്ടുന്നതിനനുസരിച്ച് രജിസ്റ്റർ ചെയ്യണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ എക്സാം ഡേറ്റ് ഓൾറെഡി നിങ്ങളുടെ ഡേറ്റ് ഷീറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഡേറ്റ് ഷീറ്റ് നോക്കിയിട്ട്, മിക്കവാറും ഡേറ്റ് ഷീറ്റ് ചെറിയ വ്യത്യാസങ്ങളൊക്കെയാണ് യൂണിവേഴ്സിറ്റി ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഡേറ്റ് കറക്റ്റ് നമുക്ക് കൺഫർമേഷൻ വരുന്നത് ഹാൾ ടിക്കറ്റ് വരുമ്പോഴാണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഡേറ്റ് ഷീറ്റ് ജസ്റ്റ് ചെക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് നാട്ടിൽ വരേണ്ട ടിക്കറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുക. ഇനിയും എക്സാം രജിസ്റ്റർ ചെയ്യാത്ത സ്റ്റുഡൻസ് ലേറ്റ് ഫീ കൂടെ അടച്ചതിന് ശേഷം മാത്രം എക്സാം രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഈ ജൂൺ ജൂലൈയിൽ എക്സാം എഴുതിയില്ലെങ്കിൽ നെക്സ്റ്റ് ഡിസംബർ ജാനുവരിയിൽ എക്സാം എഴുതാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാക്സിമം നിങ്ങളുടെ അതത് അക്കാദമിക് ഇയറിൽ തന്നെ ആ പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പോകണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡിസംബർ ജാനുവരി ആകുമ്പോൾ ഓൾറെഡി ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസിന് അവരുടെ സെക്കൻഡ് ഇയറിൻ്റെ എക്സാം ഡിസംബർ ജാനുവരിയിൽ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഫസ്റ്റ് ഇയറിൻ്റെ സബ്ജക്റ്റും കൂടെ ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരുപാട് സബ്ജക്റ്റുകൾ അറ്റ് എ ടൈം എക്സാം എഴുതേണ്ടി വരും. അപ്പോൾ അത് പല സ്റ്റുഡൻസിനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ മാക്സിമം അതത് അക്കാദമിക് ഇയറിൽ നിങ്ങൾ ലേറ്റ് ഫീ അടച്ചിട്ടാണെങ്കിൽ കൂടെ എക്സാം എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ ഒരുപാട് സ്റ്റുഡൻസിൻ്റെ റിസൾട്ട് വരാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും. ഇനി ആരെങ്കിലും പാസ്സായിട്ടില്ല എങ്കിൽ അവർക്കും ഈ ഒരു അക്കാദമിക് ഇയറിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആരും മറക്കണ്ട, 29th April മുതൽ May 4th വരെയാണ് നമുക്ക് എക്സാം രജിസ്റ്റർ ചെയ്യാനുള്ളത്. വിത്ത് ലേറ്റ് ഫീ എക്സാം രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും അടുത്തുള്ള എക്സാം സെൻറ്റർ നോക്കിയിട്ട് അതിൻ്റെ സീറ്റ് അവൈലബിലിറ്റി നോക്കിയിട്ട് മാക്സിമം പെട്ടെന്ന് തന്നെ എക്സാം രജിസ്റ്റർ ചെയ്യാൻ നോക്കാം. അപ്പോൾ എക്സാം രജിസ്ട്രേഷൻ്റെ പുതിയൊരു അപ്ഡേറ്റിനെ കുറിച്ച് നിങ്ങൾക്ക്
എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എക്സാം രജിസ്റ്റർ ചെയ്യാത്തവരെ ഉടനെ തന്നെ രജിസ്റ്റർ ചെയ്യുക, ഇനി ഒട്ടും വൈകിക്കണ്ട. അപ്പോൾ കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽസുമായിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും. എനിവേ, താങ്ക് യു.